എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സെലീനിയം യൂസ് ചെയ്ത് ലോഞ്ച് ചെയ്ത ബ്രൗസർ എങ്ങനെ ക്ലോസ് ചെയ്യും എന്നുള്ളതാണ്. സെലീൻ ഇതിനു വേണ്ടി രണ്ട് മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്ലോസും ക്വിറ്റും. ഈ രണ്ട് മെത്തേഡ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഞാൻ ഡെമോയിൽ കാണിക്കുന്നതായിരിക്കും. എക്ലിപ്സ് ഐ ഡി ഓപ്പൺ ചെയ്ത് ഞാൻ ഒരു പുതിയ ക്ലാസ് ഈ പാക്കേജിനകത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ന്യൂ ക്ലാസ് ക്ലോസ് ആൻഡ് ക്വിറ്റ് ബ്രൗസർ എന്ന് ഞാൻ ക്ലാസ്സിന് പേര് കൊടുത്തു. അതിനുശേഷം മെയിൻ മെത്തേഡ് സെലക്ട് ചെയ്തു. ഇനി ഈ ഒരു ഡെമോയ്ക്ക് വേണ്ടി ഞാൻ കോഡ് കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ ക്ലാസ് ഫയലിൻ്റെ പേജിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കോഡ് ഫുള്ള് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഈ ഡെമോയ്ക്ക് വേണ്ടി ചെറിയ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ ത്രെഡ് ഡോട്ട് സ്ലീപ്പിൻ്റെ എക്സെപ്ഷൻ ത്രോ ചെയ്യുവാണ്. ടൈറ്റിൽ പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമായി, ഞാൻ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഡെമോ ക്രോമിൽ മാത്രമായിരിക്കും ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ബാക്കിയുള്ള ബ്രൗസേഴ്സിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ക്രോം ഡ്രൈവർ ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആദ്യമേ ഞാൻ ക്രോം ഡ്രൈവറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ക്രോം ഡ്രൈവർ ഇൻസ്റ്റൻസ് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. അതിനുശേഷം 3 സെക്കൻഡിലേക്ക് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള വെയിറ്റ് കൊടുത്തു. അതിനുശേഷം ഒരു പുതിയ ടാബിൽ ആദ്യമേ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അടുത്ത ടാബ് വെച്ച് ആദ്യം എക്സാമ്പിൾ കാണിക്കാം. അതിനുശേഷം വിൻഡോ വെച്ച് ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നതായിരിക്കും. ടാബാക്കി ഒരു പുതിയ ടാബിൽ ഈ പർട്ടിക്കുലർ URL യൂട്യൂബ് URL ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഡ്രൈവർ ഡോട്ട് ക്ലോസ് എന്നുള്ള കമാൻഡ് ഞാൻ യൂസ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ജാവ ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയാണ്. റണ്ണസ് ജാവ ആപ്ലിക്കേഷൻ. ആദ്യം സ്വാഗ് ലാബ്സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി. 3 സെക്കൻഡ് കഴിഞ്ഞ് യൂട്യൂബിൻ്റെ ലിങ്ക് ഓപ്പൺ ആയി. ഇനി ഡ്രൈവർ ഡോട്ട് ക്ലോസ് എന്നുള്ള കമാൻഡ് എക്സിക്യൂട്ട് ആവും. ഡ്രൈവർ ഡോട്ട് ക്ലോസ് യൂസ് ചെയ്തപ്പോൾ ഡ്രൈവറിൻ്റെ കൺട്രോൾ ഏറ്റവും അവസാനം സെക്കൻഡ് ടാബിൽ ആ യൂട്യൂബ് ലിങ്കിലായിരുന്നു വന്നു നിന്നത്. അതുകൊണ്ട് ഡ്രൈവർ ഡോട്ട് ക്ലോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പർട്ടിക്കുലർ ടാബ് മാത്രമേ ക്ലോസ് ആയിപ്പോളൂ. ഇനി ഡ്രൈവർ ഡോട്ട് ക്വിറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ടാബ്സും ആ ബ്രൗസർ ഓപ്പൺ ആയി വന്ന രണ്ട് ടാബ്സും ഒരുമിച്ച് ക്ലോസ് ആയി പോകും. അപ്പോൾ അതാണ് ഡ്രൈവർ ഡോട്ട് ക്ലോസും ക്വിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ക്വിറ്റിൻ്റെ കമാൻഡ് ആഡ് ചെയ്ത ശേഷം ഞാൻ ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഡ്രൈവർ ഡോട്ട് ക്ലോസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടാബ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെ കൺട്രോള് അവസാനം ഏത് ടാബിലാണോ വന്ന് നിൽക്കുന്നത്, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടാബ് മാത്രമേ ഡ്രൈവർ ഡോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആയി പോകുള്ളൂ. പക്ഷെ ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ടാബും ഒരുമിച്ച് ക്ലോസ് ആയി പോകും. ഇനി നമുക്ക് ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് നോക്കാം. ക്ലോസ് മാറ്റി ക്വിറ്റാക്കി. അതിനുശേഷം ഞാൻ വീണ്ടും ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യുകയാണ്. റണ്ണസ് ജാവ ആപ്ലിക്കേഷൻ. ബ്രൗസർ ലോഞ്ചായി. രാവിലെ സ്വാഗ് ലാബ്സിൻ്റെ വെബ്സൈറ്റ് ലോഡായി. 3 സെക്കൻഡിന് ശേഷം പുതിയ ടാബിൽ യൂട്യൂബ് ചാനൽ ലിങ്ക് ഓപ്പൺ ആയി വന്നു. ഇനി ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് എന്നുള്ള കമാൻഡ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ രണ്ട് ടാബും കൂടെ ഒരുമിച്ച് ക്ലോസ് ആയി. അങ്ങനെ ആ വിൻഡോ തന്നെ, ബ്രൗസർ വിൻഡോ തന്നെ കംപ്ലീറ്റ് ക്ലോസ് ആയി. അപ്പം ക്ലോസും ക്വിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി ആ വിൻഡോ വെച്ചും കൂടി ഞാൻ എക്സാമ്പിൾ കാണിക്കാം. അതായത് ഡ്രൈവർ ഡോട്ട് ക്ലോസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെ കൺട്രോൾ ഏത് ടാബിലാണോ വന്നിരിക്കുന്നത് ആ ടാബ് മാത്രമേ ക്ലോസ് ആയി പോകും. വിൻഡോയുടെ കേസ് ആണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. അതുപോലെ ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര ടാബുകൾ ഓപ്പൺ ചെയ്താലും ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് എന്നുള്ള കമാൻഡ്, എത്ര വിൻഡോ ഓപ്പൺ ചെയ്താലും ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് എന്നുള്ള കമാൻഡ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ടാബും വിൻഡോസും ക്ലോസ് ആയി പോകും. ഇനി ഞാൻ ഇതിൻ്റെ വിൻഡോയുടെ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇവിടെ ഞാൻ ടാബ് മാറ്റി വിൻഡോ ആക്കുന്നു. അതിനുശേഷം ആദ്യമേ നമുക്ക് ക്ലോസ് വെച്ച് നോക്കാം. അതിനുശേഷം ക്വിറ്റ് വെച്ച് നോക്കാം. ഫയൽ സേവ് ചെയ്യുന്നു. റണ്ണസ് ജാവ ആപ്ലിക്കേഷൻ.
ആദ്യം ഫസ്റ്റ് വിൻഡോയിൽ സ്വാഗ് ലാബ്സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിനുശേഷം 3 സെക്കൻഡിന് ശേഷം അടുത്ത വിൻഡോയിൽ യൂട്യൂബ് ലിങ്ക് ഓപ്പൺ ആയി. ഇനി ഡ്രൈവർ ഡോട്ട് ക്ലോസ് എന്നുള്ള കമാൻഡ് എക്സിക്യൂട്ട് ആകുമ്പോൾ ഡ്രൈവറിൻ്റെ കൺട്രോൾ വന്ന് നിൽക്കുന്ന ആ ഒരു പർട്ടിക്കുലർ വിൻഡോ മാത്രമേ ക്ലോസ് ആയി പോയിട്ടുള്ളൂ. അപ്പം ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി ഞാൻ ക്വിറ്റും കൂടെ കാണിച്ചേ. ക്വിറ്റ് യൂസ് ചെയ്യുമ്പോൾ 2 വിൻഡോയും ക്ലോസ് ആവും. ജാവ ഫയൽ റൺ ചെയ്യുകയാണ്. റൺ ഓഫ് ജാവ ആപ്ലിക്കേഷൻ. ബ്രൗസർ വിൻഡോ ഓപ്പൺ ആയി. ഫസ്റ്റ് ബ്രൗസർ വിൻഡോയിൽ സ്വാഗ് ലാബ്സ് എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആയി. അതിനുശേഷം 3 സെക്കൻഡിന് ശേഷം അടുത്ത ബ്രൗസർ വിൻഡോയിൽ യൂട്യൂബ് ലിങ്ക് ഓപ്പൺ ആയി വന്നു. അതിനുശേഷം ഡ്രൈവർ ഡോട്ട് കിറ്റ് എന്നുള്ള കമാൻഡ് നമ്മൾ കോൾ ചെയ്തു. അപ്പോൾ 2 ബ്രൗസർ വിൻഡോ ഒരുമിച്ച് ക്ലോസ് ആയിപ്പോയി. അപ്പം ഡ്രൈവർ ഡോട്ട് ക്ലോസും കിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ കൺസെപ്റ്റ് ബാക്കി എഡ്ജിലും ഫയർഫോക്സിലും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലോസും കിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സെലീന റിലേറ്റഡ് ടോപ്പിക്സ് ഞാൻ ഈ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.